Hi students, so once again I welcome all of you on behalf of Riju and PSK online classes. Okay, hope that all of you are working well. Definitely. എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, മാക്സിമം എൻ സി ആർ ടീസ് വായിക്കാതിരിക്കുക ഒരു കാരണവശാലും ഇസൻ ഇറ്റ്. എൻ സി ആർ ടി വായിക്കുക, അതുപോലെ തന്നെ ഗൈഡും ഒക്കെ വെച്ചിട്ട് മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്കറിയാം പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ അടുത്ത കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗോ വിത്ത് ദാറ്റ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങാം. എ 100 watt ബൾബ്. വാട്ട് എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റാണ്. കെമിസ്ട്രിയിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് കേൾക്കുന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫിസിക്സിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ഇസൻ ഇറ്റ്. അപ്പോൾ ലെറ്റ് മീ അണ്ടർലൈൻ ദാറ്റ് 100 watt bulb emits monochromatic light of wavelength 400 nanometer. So 400 nanometer. Calculate the number of photons emitted per second. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വാട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. സോ ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. നോക്കൂ, ഞാൻ എഴുതുന്നു 100 watt ഈസ് ഈക്വൽ ടു, സോ വി ഹാവ് 100 watt. 100 watt എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, 100 ജൂൾ എനർജി എമിറ്റ് ചെയ്യുന്നു ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 100 ജൂൾ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് 100 watt. ഇനി അതല്ല 1000 ജൂളാണ് ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും 1000 watt. ഇനി അതല്ല 250 watt എനർജി 250 ജൂളാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ 250 watt. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇവിടെ എമിറ്റ് ചെയ്യപ്പെടുന്ന എനർജി എത്രയാണ്? 100 ജൂൾ. അതായത് നമുക്കിവിടെ കിട്ടിയത് എനർജീൻ്റെ വാല്യൂ ആണ്. സോ ഐ വിൽ ജസ്റ്റ് റൈറ്റ് ഹിയർ ദ ടോട്ടൽ എനർജി വാട്ട് വി ഗെറ്റ് ഇൻ 1 സെക്കൻഡ് ഈസ് 100 ജൂൾ. നൗ വി നീഡ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. അപ്പോൾ അതിന് നമുക്കുള്ള ഇക്വേഷൻ എല്ലാവരും നോക്കൂ കുട്ടികളെ. E ഈസ് ഈക്വൽ ടു NH nu. Or we can write NHC by lambda. നോക്കൂ, ഞാൻ സാധാരണ കഴിഞ്ഞ ബോർഡിൽ ഞാൻ 2 ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതായത് NH nu എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ NHC by lambda എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയത്. ഇതിൽ E ഫോർ എനർജിയാണ്, ലാംഡ വേവ് ലെന്ത് ആണ്, H പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഇനി നമുക്കിതിൽ ഒരാളെ മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ, N. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, N എന്ന് പറയുന്നത് പ്രോബ്ലംസിൽ നമ്മൾ എടുക്കേണ്ടത് നമ്പർ ഓഫ് പാക്കറ്റ്സ് ആയിട്ടാണ് എടുക്കേണ്ടത്. സോ വി നീഡ് ടു ഫൈൻഡ് നമ്പർ ഓഫ് പാക്കറ്റ്സ്, N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതുന്നു N ഈസ് ഈക്വൽ ടു, സോ വാട്ട് ദ വാല്യൂ ഓഫ് N? N ഈസ് ഈക്വൽ ടു E ലാംഡ ഡിവൈഡഡ് ബൈ HC. E ലാംഡ ഡിവൈഡഡ് ബൈ HC. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So when we substitute our values, energy 100, let's substitute. So 100 into what next? We have a lambda. കുട്ടികൾ, ലാംഡ ഇവിടെ തന്നിരിക്കുന്നത് 400 നാനോമീറ്റർ ആണ്. നോക്കൂ, 400 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 400 into 10⁻⁻9 എന്നാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ 4 into 10⁻⁻7 എന്ന് എഴുതാം. അപ്പം ഞാൻ അതേ രീതിയിൽ 4 into 10⁻⁻7 എന്ന് എഴുതുന്നു. So we have a 4 into 10⁻⁻7 divided by what we have a H. Hന്റെ വാല്യൂ മറന്നു പോരുത്, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക 6.6. അത്രയും മതി നമുക്ക്. 6.6 into 10⁻⁻34. So let me write 6.6 into 10⁻⁻34. ഇനി സിൻ്റെ വാല്യൂ ഉണ്ട്. സിൻ്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോവർ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 into 10⁸. സോ വി ഹാവ് 3 into 10⁸. അപ്പം നമുക്ക് ആദ്യം പവേഴ്സിനെല്ലാം കട്ട് ചെയ്യാം. പവേഴ്സിനെ കട്ട് ചെയ്യുമ്പോൾ ഈ 8 മോളിൽ പോയാൽ എന്താകും? -8 ആകും. അപ്പോൾ ടോട്ടൽ 8ഉം 7ഉം കൂടെ 15 ആകും. അപ്പോൾ പവേഴ്സ് എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. സോ വെൻ ഐ ക്യാൻസൽ ഓൾ ദീസ് പവേഴ്സ്, വാട്ട് വിൽ ബി ഗെറ്റിംഗ്? ലിസൺ ഓൾ ഓഫ് യു. Will be getting like this: 100 into 4 into 10⁻⁻15 into 10⁻34 divided by
6.6 into 3. അപ്പോൾ 34ഉം 15ഉം -15ഉം അപ്പോൾ 19 ആവും അവിടെ. ഓക്കെ, സോ ഐ വിൽ റൈറ്റ് ദർ 100 into, isn't it, 4 into 10 raised to 19 divided by, കുട്ടികൾ എല്ലാവരും നോക്കൂ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 6.6 into 3. നമുക്കറിയാം 6.6 into 3 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 19.8 ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഈ പ്രോബ്ലത്തിൽ അതിനെ കൺസിഡർ ചെയ്യുന്നത് 28 ആണ്. നമ്മൾ MCQ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് തന്നെ പോകണം. ഓക്കെ, സോ ലെറ്റ് മീ കൺസിഡർ ഇറ്റ്സ് ഇസ് 20. സോ വാട്ട് വിൽ ഗെറ്റ് ഹിയർ 20. അപ്പോൾ ഈ 20ഉം 100ഉം കട്ട് ചെയ്യും 5. സോ വാട്ട് വിൽ ബി ദ ഫൈനൽ ആൻസർ? യു വിൽ ബി ഗെറ്റിംഗ് 20 into 10 raised to 19. This is the number of photons. ഇത് നമ്പർ ഓഫ് ഫോട്ടോൺ ആണ്. അപ്പോൾ അയാൾക്ക് യൂണിറ്റ് ഒന്നും ഇല്ല. ഓക്കെ ലവ് യു. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസും അവർ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ലവ് യു. സോ ട്രൈ ടു പ്രാക്ടീസ് മോർ നമ്പർ ഓഫ് പ്രോബ്ലംസ് ഓൺ ദിസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അപ്പം നമ്മളൊരു പുതിയ കൺസെപ്റ്റിലേക്ക് വരികയാണ്. നോക്കൂ, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി പഠിച്ചു. സിമിലർലി വി ഹവ് സ്റ്റഡീഡ് മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ്? സോ മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി ആണോ പെർഫെക്റ്റ് എന്നുള്ളതിൻ്റെ രണ്ട് എക്സ്പെരിമെൻ്റൽ പ്രൂഫാണ്, രണ്ട് എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നാമത്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് സെക്കൻഡ് വൺ വിൽ ബി ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. സോ ഹിയർ ഐ ആം ടോക്കിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നോക്കൂ, എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? സി, ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു മെറ്റൽ സർഫസ് ആണ്. ഓൾ ഓഫ് യു സീ ഹിയർ. ഇപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു മെറ്റൽ സർഫസ് ആണ്. ആൻഡ് ഹിയർ ലൈറ്റ് ഫോൾസ്. സി, ലൈറ്റ് ഇങ്ങനെ വന്ന് പതിക്കുമ്പോൾ ഈ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, സ്യൂട്ടബിൾ എനർജി ഉള്ള ലൈറ്റ് വന്ന് മെറ്റലിൻ്റെ സർഫസിൽ വീഴുമ്പോൾ ആ മെറ്റലിൻ്റെ സർഫസിൽ നിന്നും എനർജി എമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് എ മെറ്റൽ when light of suitable frequency falls on it. The emission of electrons, okay, when light of suitable frequency falls on the surface of a metal. ഇതിൻ്റെ റിവേഴ്സ് ഫിനോമിനൻ ഉണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. സോ തൽക്കാലം നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ് കുട്ടികളെ പറയുക എല്ലാവരും? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാൾസ് ഓൺ ദ മെറ്റൽ, ഇലക്ട്രോൺസ് ആർ ഗെറ്റിംഗ് ഇജക്റ്റഡ്. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. കുട്ടികൾ നോർമലി ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ആൽക്കലി മെറ്റൽസ് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം ആൽക്കലി മെറ്റൽസ് ആരൊക്കെയാണെന്ന്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം. അപ്പോൾ ഇത് റുബീഡിയവും സീസിയവും ഒക്കെയാണ് മോസ്റ്റ് പ്രൊഡോമിനൻ്റ് ആയിട്ട് ഏത് കാണിക്കുക, ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുക. isn't it? So anyway, you are familiar right now with the term what is photoelectric effect. Tell me all of you. Photoelectric effect means എന്താണ്? Ejection of electrons from the surface of a metal when light of suitable frequency falls on it. Okay. Now ഇങ്ങനെ ഇജക്റ്റ് ചെയ്ത ഈ ഇലക്ട്രോൺസിനെ നമ്മൾ വിളിച്ച പേര് ഫോട്ടോ ഇലക്ട്രോൺസ്. So what we call for that? Tell me all of you. We are calling this as photo electrons. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രോൺസ്? ടെൽ മീ. ഈ മെറ്റലിൽ നിന്നും ഇജക്റ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിനെ നമ്മൾ വിളിച്ച പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാ ലൈറ്റിനും വന്ന് പതിച്ചാൽ ഇവിടുന്ന് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ മെറ്റൽസിനും, ഇപ്പോൾ നമുക്ക് ലിഥിയം ആണെങ്കിൽ ലിഥിയം, അതല്ല സോഡിയം ആണെങ്കിൽ സോഡിയം, ഓരോ മെറ്റലിനും ഒരു പർട്ടിക്കുലർ എനർജി ഉള്ള ലൈറ്റ് വന്ന് വീണെങ്കിൽ മാത്രമേ അതിൽ നിന്നും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഒരു മിനിമം എമൗണ്ട്, സേ ലെറ്റ്സ് ഇമാജിൻ ഇതിൻ്റെ എന്താണ് ത്രെഷോൾഡ് എനർജി. സി ഐ എം യൂസിങ് വൺ വേർഡ് ഹിയർ, ത്രെഷോൾഡ് എനർജി. സോ അനദർ ടേം ഐ ഇൻട്രൊഡ്യൂസ്ഡ് ഹിയർ. എല്ലാവരും ശ്രദ്ധിക്കൂ കുട്ടികളെ. വാട്ട് ഈസ് ദ ടേം? ഇറ്റ് ഈസ് കോൾഡ് ത്രെഷോൾഡ് എനർജി. Threshold energy. So you may ask, what is threshold energy? നോക്കൂ, ഞാൻ പറഞ്ഞു ലിഥിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഡിയം ആയിക്കോട്ടെ, ഏത് മെറ്റൽ ആയിക്കോട്ടെ, ആ ഓരോ മെറ്റൽസിൽ നിന്നും
ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു പതിക്കുന്ന ലൈറ്റിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവണം. ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുക. ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ, രണ്ടുപേരും വിളിക്കാം. സോ വാട്ട് വിൽ കോൾ ഫോർ ദാറ്റ്? ത്രെഷോൾഡ് എനർജി ഓർ വർക്ക് ഫംഗ്ഷൻ. കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു ടേം ഇവിടെ പഠിച്ചു. ഏതാണ് ടേം? ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ. വാട്ട് ഈസ് ത്രെഷോൾഡ് എനർജി ഓർ വർക്ക് ഫംഗ്ഷൻ? Isn't it? It's a minimum amount of energy required for the ejection of electron need to take place. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. നോക്കൂ എല്ലാവരും. അപ്പം നമ്മൾ സംസാരിക്കുന്നത് ആരെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. we are talking about photoelectric effect, isn't it? What is photoelectric effect? The ejection of electrons from the surface of a metal when light of suitable frequency falls on it. But അങ്ങനെ ഇജക്ട് ചെയ്ത ഇലക്ട്രോണിനെ, ദീസ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ആസ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ all of you? But for this ejection to take place, isn't it, the incident light must be associated with a definite amount of energy, and that amount of energy is called threshold energy or work function. ഉദാഹരണം, ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത ഈ മെറ്റലിൻ്റെ ത്രെഷോൾഡ് എനർജി 9 ജൂൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ all of you? നമ്മളുടെ ഇവിടെയുള്ള ഈ മെറ്റലിൻ്റെ ത്രെഷോൾഡ് എനർജി 9 ജൂൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വരുന്ന റേഡിയേഷൻ 8 ജൂൾ ആണെന്ന് വിചാരിക്കുക. വന്ന റേഡിയേഷൻ 8 ജൂൾ. ദെൻ യു ടെൽ മീ, ഇൻ ദിസ് കേസ് ഇജക്ഷൻ നടക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും നടക്കൂല. കാരണം ഇവിടെ വന്ന ലൈറ്റിൻ്റെ എനർജി എത്രയേ ഉള്ളൂ? 8 ജൂളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കേസിൽ എന്ത് നടക്കില്ല? ഇവിടെ എമിഷൻ നടക്കില്ല. എന്നാൽ അടുത്ത് വന്ന് പതിച്ച ലൈറ്റ് 9 ജൂൾ ആണെന്ന് വിചാരിക്കുക. തീർച്ചയായും സംഭവിക്കും. അവിടെ വന്ന് പതിക്കുന്ന ലൈറ്റിന് സഫീഷ്യൻ്റ് എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായും അവിടെ എമിഷൻ നടക്കും. എന്നാൽ അങ്ങനെ എമിറ്റ് ചെയ്ത നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? ഒരാൾ ഒരു കസേര ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യുക? അയാളെ വെറുതെ ഒന്ന് തെള്ളാൻ നോക്കുകയാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ അയാൾ തെറിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചുകൂടെ ഫോഴ്സ് കൊടുത്തു. അപ്പോൾ അയാളൊന്ന് അനങ്ങി. ഇനി നമ്മൾ വന്നിട്ട് അയാളെ വളരെ ശക്തമായൊരു ചവിട്ട് കൊടുത്ത് തെള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ എന്ത് ചെയ്യും? അയാൾ തെറിച്ചങ്ങ് പോകും. അപ്പം അതേപോലെയാണ് ഇവിടെയും നമ്മളിപ്പോൾ ആദ്യം കൊടുത്തത് ചെറിയൊരു പുള്ള്. ഓക്കെ, ചെറിയൊരു പുഷാണ് നമ്മൾ ആദ്യം കൊടുത്തത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? കുറച്ചും കൂടെ നല്ല രീതിയിലൊന്ന് പുഷ് ചെയ്തു. അപ്പോൾ അയാളൊന്ന് അനങ്ങി. isn't it? ഇനി നമ്മൾ ചെയ്യുന്നത് വി ആർ യൂസിങ് മാക്സിമം എനർജി. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് 12 ജൂൾ ആണെന്ന് വിചാരിക്കും. 12 ജൂൾ എനർജി ഉപയോഗിച്ചാൽ അയാൾ അവിടുന്ന് അനങ്ങുമെന്ന് മാത്രമല്ല, അയാൾ തെറിച്ചു പോവുകയും ചെയ്യും. മീൻസ് ഇവിടുന്ന് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കുകയും അങ്ങനെ ഇജക്ട് ചെയ്ത ഇലക്ട്രോൺ വളരെ ദൂരേക്ക് തെറിച്ചു പോവുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ എല്ലാവരും, ആദ്യത്തെ കേസിൽ 8 ജൂൾ വന്നു പതിച്ചു. ദർ ഈസ് നോ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. എന്നാൽ 9 ജൂൾ വന്നു പതിച്ചു, ഇജക്ഷൻ നടന്നു. പക്ഷേ ഇജക്ട് ചെയ്ത ഇലക്ട്രോണിന് അധിക ദൂരം പോകാൻ പറ്റിയില്ല. എന്നാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചപ്പോൾ കൂടുതൽ എനർജി ഉപയോഗിച്ചു. അതെന്ത് ചെയ്തു? കൂടുതൽ ദൂരത്തേക്ക് തെറിച്ചു പോയി. ഓക്കെ all of you? അപ്പോൾ ഏതൊരു എമിഷൻ നടക്കുന്നതിനും ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി വേണം. ആ എനർജി നമ്മൾ വിളിച്ച പേരെന്താണ്? ത്രെഷോൾഡ് എനർജി. അതിൽ കുറഞ്ഞ എനർജിയുള്ള ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഒരിക്കലും എന്ത് സംഭവിക്കില്ല? എമിഷൻ സംഭവിക്കില്ല. isn't it? അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 3 ടേംസ് ആണ് പറഞ്ഞത്. ആദ്യം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? Ejection of electron from the surface of a metal when light of suitable frequency falls on it. Now what is these electrons are called as? These electrons are called as photoelectrons, isn't it? For this ejection to take place, isn't it, incident light must be associated with a certain amount of energy, a minimum amount of energy. That minimum amount of energy which is required for the ejection to take place, it's called as threshold energy or work function. നോക്കൂ, നമ്മൾ പറഞ്ഞു കൂടുതൽ എനർജിയുള്ള റേഡിയേഷൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതൽ ദൂരേക്ക് പോകും. മീൻസ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജി അവർ 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഇജക്ഷൻ നടത്താൻ. 2, അങ്ങനെ ഇജക്ട് ചെയ്ത ഇലക്ട്രോൺ ദൂരേക്ക് തെറിച്ചു പോകാൻ വേണ്ടി. ഓക്കെ, സോ ഐ വിൽ ബി ഡിസ്കസിങ് ദിസ് തിങ് അഗെയിൻ ഇൻ നെക്സ്റ്റ് ബോർഡ്. Let's go to the next board.
ഇപ്പോൾ ഇവിടെ ഞാൻ 3 കേസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, ആദ്യത്തെ കേസിൽ ഈ വന്ന് പതിച്ച ലൈറ്റ്, അതായത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജി വളരെ കുറവാണ്. ലെറ്റ്സ് സേ ദാറ്റ് നമ്മുടെ ത്രഷോൾഡ് എനർജി 9 ജൂളാണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ലെറ്റ്സ് സേ ദാറ്റ് ദ ത്രഷോൾഡ് എനർജി, അപ്പം അത് അല്ലെങ്കിൽ നമുക്ക് പറയാം വർക്ക് ഫങ്ഷൻ. അപ്പം ഞാൻ ഉപയോഗിക്കുന്നു 5. സോ ലെറ്റ് 5 ഈക്വൽസ് 9 ജൂൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ വന്ന ആ ലൈറ്റിൻ്റെ എനർജി ലെറ്റ്സ് ഇമാജിൻ 8 ജൂൾ. അപ്പോൾ അത് വന്നപ്പോൾ ഇവിടെ ഒന്ന് പതിച്ചു, ബട്ട് നോ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഇൻ ദ ഫസ്റ്റ് കേസ് വാട്ട് യു ഒബ്സർവ്ഡ്, ഇവിടെ എന്ത് സംഭവിച്ചില്ല? ഇജക്ഷൻ നടന്നില്ല. സോ ഇൻ ദിസ് കേസ് നോ ഇജക്ഷൻ, ബിക്കോസ് വന്നു പതിച്ച ലൈറ്റിൻ്റെ എനർജി ത്രഷോൾഡ് എനർജി ആയിട്ടുള്ള 9 ജൂൾ ആയിട്ടില്ല. എന്നാൽ ഈ കേസിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ വന്നു പതിച്ച ആളുടെ എനർജി ലെറ്റ്സ് സേ 9 ജൂൾ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്തു, ഒന്ന് അങ്ങോട്ട് മാറിക്കിടന്നു. ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്തു. എന്നാൽ നെക്സ്റ്റ് കേസ് ലെറ്റ്സ് സേ ദാറ്റ് അവിടെ വന്ന എനർജി 12 ജൂൾ ആണെന്ന് വിചാരിക്കുക. വാട്ട് ഹാപ്പൻ ടു ദ ഇലക്ട്രോൺ? ഇവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്തിട്ട് ഇത്രയും ദൂരം അയാൾ സഞ്ചരിച്ചു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വന്ന് പതിച്ച ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജി അവർ 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. ഒന്ന്, ഇവിടുന്ന് ഇജക്ഷൻ നടക്കാനും പിന്നെ ആ ഇലക്ട്രോണിനെ ദൂരേക്ക് കൊണ്ടുപോകാനും, എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ. സോ ഇവിടെ വന്ന് പതിച്ച എനർജി അവർ 2 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. എന്തിനൊക്കെയാണ്? ഒന്ന്, ഇജക്ഷൻ നടക്കാൻ, മീൻസ് ത്രഷോൾഡ് എനർജി. 2, ഇജക്റ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിന് മൂവ്മെൻറ്റ്, മീൻസ് കൈനറ്റിക് എനർജി. സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ incident energy. See to that what I am writing. Incident energy is utilized for, first one, threshold energy. So I can write threshold energy plus what next? Kinetic energy. അപ്പോൾ വന്ന് പതിച്ച ലൈറ്റിൻ്റെ എനർജി 2 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഒന്ന്, ഇജക്ഷൻ നടക്കാൻ, ഇജക്ഷൻ നടക്കാൻ ആവശ്യം എനർജി നമ്മൾ വിളിച്ച പേര് ത്രഷോൾഡ് എനർജി. ഇനി അത് കഴിഞ്ഞുള്ള മൂവ്മെൻറ്റ്, സോ വി കോൾ ഇറ്റ് ആസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ വന്ന് പതിച്ചത് ലൈറ്റാണ്. ആൻഡ് വാട്ട് ഈസ് ദ എനർജി ഓഫ് ദിസ് ലൈറ്റ്? ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഇറ്റ്സ് ഈക്വൽസ് എച്ച് ന്യൂ. അപ്പം നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് കണ്ടത് നോക്കൂ, നമുക്ക് ഇക്വേഷൻ ഇൻസിഡൻറ്റ് ലൈറ്റ് 2 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഒന്ന്, ത്രഷോൾഡ് എനർജി ആൻഡ് നെക്സ്റ്റ് കൈനറ്റിക് എനർജി. ഇനി ഇവിടുന്ന് നമുക്ക് ഒരു കൈനറ്റിക് എനർജിൻ്റെ എക്സ്പ്രഷൻ കൊണ്ടുവരണം. അപ്പോൾ അതാണ് നമ്മുടെ ജോലി. നോക്കിക്കോളൂ, വാട്ട് ഐ എം ഡൂയിങ് ഹിയർ. ലിസൺ ഓൾ ഓഫ് യുവർ പ്ലീസ്. സി ഐ എം ടേക്കിംഗ് ദാറ്റ് ഇക്വേഷൻ. ഇൻസിഡൻറ്റ് എനർജി ഈസ് ഈക്വൽ ടു ത്രഷോൾഡ് എനർജി പ്ലസ് what we have a kinetic energy. കുട്ടികളെ, ഇൻസിഡൻറ്റ് എനർജി എന്ന് പറയുന്നത് ലൈറ്റാണ് വന്ന് പതിച്ചത്. ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് E ഈക്വൽസ് എച്ച് ന്യൂ ആണ്. അതുകൊണ്ട് ഞാൻ എഴുതുന്നു ഇൻസിഡൻറ്റ് എനർജി എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു ത്രഷോൾഡ് എനർജി. ഐ എം ഗിവിംഗ് എ വാല്യൂ ഫോർ ദാറ്റ് എച്ച് ന്യൂ 0 പ്ലസ് വി ഹാവ് എ കൈനറ്റിക് എനർജി. ആൻഡ് യു മേ ആസ്ക് വാട്ട് ഈസ് ന്യൂ 0? കുട്ടികൾ എല്ലാവരും മനസ്സിലാക്കുക, ന്യൂ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, ആൻഡ് ന്യൂ 0 എന്ന് പറയുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസി. സോ വാട്ട് ഐ എം കോളിംഗ് ന്യൂ 0, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. ന്യൂ 0 ഈക്വൽസ് ത്രഷോൾഡ് ഫ്രീക്വൻസി. സോ ന്യൂ 0 മീൻസ് ത്രഷോൾഡ് ഫ്രീക്വൻസി. Nu 0 means threshold frequency. So I have got this equation, isn't it? H nu is equal to H nu 0 plus kinetic energy. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, see to that kinetic energy is equal to H into H nu minus H nu 0. Kinetic energy equals H nu minus H nu 0. Okay, let's take out this H. Then what you can write?
kinetic energy is equal to h into nu minus nu 0. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നോക്കൂ എല്ലാവരും, ഇവിടെ എച്ച് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ന്യൂ സീറോയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ന്യൂവിൻ്റെ വാല്യൂ, അതായത് വന്ന് പതിച്ച ലൈറ്റിൻ്റെ ഫ്രീക്വൻസി മാറിയാൽ ആരും മാറാം, കൈനറ്റിക് എനർജിയും മാറാം. ഇസൻ ഇറ്റ്? വന്നു പതിച്ച ലൈറ്റിൻ്റെ എനർജി മാറിയാൽ തീർച്ചയായിട്ടും കൈനറ്റിക് എനർജി മാറും. അപ്പോൾ വന്നു പതിച്ച ലൈറ്റിൻ്റെ ഫ്രീക്വൻസി മാറിയാൽ ആരും മാറും, കൈനറ്റിക് എനർജിയും മാറും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ എഴുതാം, എല്ലാവരും നോക്കിക്കൊള്ളുക. സി കൈനറ്റിക് എനർജി 1 divided by kinetic energy 2. This will be equals nu 1 minus nu 0 divided by nu 2 minus nu 0. So please keep this equation in your mind. Okay, all of you. So K1 by K2 is equal to nu 1 minus nu 0 divided by nu 2 minus nu 0. എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജി മാറുന്നതനുസരിച്ചിട്ട് ആരും മാറുന്നതായിരിക്കും, കൈനറ്റിക് എനർജീൻ്റെ വാല്യൂവും മാറുന്നതായിരിക്കും. നൗ ലിസൺ, നെക്സ്റ്റ് പോയിന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈക്വൽസ് ഹാഫ് mv². സോ ലെറ്റ് മി റൈറ്റ് ദറ്റ് ഇക്വേഷൻ ഹിയർ. നോക്കൂ, ഞാൻ എഴുതുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. h into nu minus nu 0. What is studied? What is kinetic energy? Alle half mv². So I can write kinetic energy is equal to half mv². Kinetic energy equals half mv². അപ്പോൾ അവിടുന്ന് ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. So we are equating both this. Listen all of you. Half mv² is equal to h into nu minus nu 0. So half mv² equals h into nu minus nu 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് v² is equal to 2h nu minus nu 0 divided by, what will come there? Tell me all of you. m will be going denominator. So we can write here m. അങ്ങനെയാണെങ്കിൽ what is velocity of the ejected electron? I can write velocity of the ejected electron is equal to square root of what you will be getting 2h into nu minus nu 0 divided by what comes there m. This is the velocity of ejected ejected electron, isn't it? So this is the equation to find the velocity of ejected electron. നോക്കൂ കുട്ടികളെ, നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ പഠിച്ചത് ഇൻസിഡൻറ്റ് എനർജി അവർ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്, ത്രെഷോൾഡ് എനർജിക്കും കൈനറ്റിക് എനർജിക്കും. So we have h nu is equal to h nu 0 plus kinetic energy. So we have nu 0 equals threshold frequency, and we have got first equation that we need to keep in mind. Second equation, nu is equal to root of 2h into nu minus nu 0 by m. Similarly, all of you listen. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നോക്കൂ, സി ഐ ക്യാൻ ജസ്റ്റ് റൈറ്റ് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ അതിന് ഞാനൊന്ന് അപ്പുറത്തേക്ക് എടുക്കുകയാണ്. നോക്കൂ എല്ലാവരും. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദ ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0. കുട്ടികളെ, ഈ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാത്സിലെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഫോർമാറ്റാണ്. ചില ആൾക്കാർക്ക് ഇത് പറയുമ്പോൾ അത്രത്തോളം മനസ്സിലാവില്ല. ഓക്കെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽസ് mx പ്ലസ് c എന്നാണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഈ ഇക്വേഷൻ വരുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. ആൻഡ് ഈവൻ ഇഫ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്, നോ നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, all of you. ലേറ്റർ ഓൺ നമ്മളിത് തീർച്ചയായിട്ടും ഇതേപോലുള്ള കേസ് പഠിച്ചു വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരാം. സോ എന്താണ് അത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട, എങ്കിൽ കൂടി ഞാൻ പറയാം. എല്ലാവരും ശ്രദ്ധിക്കുക. സോ വി ഹാവ് കൈനറ്റിക് എനർജി ഈക്വൽസ് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0. ഞാൻ പറഞ്ഞു ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഫോർമാറ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ഫോർമാറ്റ് ഇക്വേഷൻ? y ഈസ് ഈക്വൽ ടു, സോ വി ഹാവ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ഫോർമാറ്റ്.
നോക്കൂ, y ഈക്വൽസ് എം എക്സ് പ്ലസ് സി ഫോർമാറ്റ്, ഇസൻ ഇറ്റ്? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, y ആക്സിൽ നിങ്ങൾ എടുക്കേണ്ടത് കൈനറ്റിക് എനർജി, എക്സ് ആക്സിൽ നിങ്ങൾ എടുക്കേണ്ടത് ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ്, സ്ലോപ്പായിട്ട് വരുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ആൻഡ് y ഇൻ്റർസെപ്റ്റിൽ നമുക്ക് വരുന്നത് -h/0. അതാണ് ഈ ഗ്രാഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, എല്ലാവരും നോക്കൂ, ഐ എം ജസ്റ്റ് ഡ്രോയിങ് എ ഗ്രാഫ് ഹിയർ, y ആക്സിസ്, ഓക്കെ, സിമിലർലി വി ഹാവ് x ആക്സിസ്. നോക്കൂ, ഹിയർ വി ഹാവ് 0 ആൻഡ് ഹിയർ വി ഹാവ് എ പോസിറ്റീവ് സൈഡ് ആൻഡ് ഹിയർ വി ഹാവ് എ നെഗറ്റീവ് സൈഡ്. തീർച്ചയായും ഞാൻ പറഞ്ഞു, y ആക്സിൽ നമ്മൾ ആരെയാണ് എടുക്കേണ്ടത്? വി നീഡ് ടു ടേക്ക് കൈനറ്റിക് എനർജി. അപ്പോൾ ഞാൻ ആ ആക്സിൽ അവിടെ ആരെ വരയ്ക്കുകയാണ്? കൈനറ്റിക് എനർജി വരയ്ക്കുകയാണ്. നൗ എക്സ് ആക്സിൽ നിങ്ങൾ ആരെയാണ് എടുക്കേണ്ടത്? നോക്കൂ, എക്സ് ആക്സിൽ നമ്മൾ ന്യൂനെയാണ് എടുക്കേണ്ടത്. സോ ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് ന്യൂ ദെയർ, ഇസൻ ഇറ്റ്? നമ്മൾ ഇനി ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ആ ഗ്രാഫ് എവിടുന്ന് തുടങ്ങും? y ആക്സിൽ എവിടുന്ന് തുടങ്ങും? ആ ഇൻ്റർസെപ്റ്റ് ആണ് തന്നിരിക്കുന്നത്. നോക്കൂ, -h/0 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ ആൻഡ് വി വിൽ ബിഗിനിങ് എ സ്ട്രേറ്റ് ലൈൻ. ഓൾ ഓഫ് ലിസൺ, ഈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന അയാളുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു -h/0. സോ ഐ ക്യാൻ റൈറ്റ് ആ വാല്യൂ എന്താ കുട്ടികളെ? -h/0. ഇതാണ് ഇയാളുടെ വാല്യൂ. ആൻഡ് ഈ ആക്സിൽ മീറ്റ് ചെയ്യുന്നത് ഇത് 𝜇0. ഓക്കെ, ഇനി ഈ ഗ്രാഫിന് ഒരു സ്ലോപ്പ് ഉണ്ട്. ആ സ്ലോപ്പാണ് എം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. സോ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ഹിയർ ആസ് h. ഓക്കെ, സോ ലിസൺ ഓൾ ഓഫ് യു പ്ലീസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ വി ഹാവ് ഗോട്ട് ഫസ്റ്റ് ഇക്വേഷൻ ഹിയർ ആൻഡ് ദ സെക്കൻഡ് ഇക്വേഷൻ വെലോസിറ്റി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ, ആൻഡ് വി നോ ദിസ് ഇക്വേഷൻ ഈസ് ഇൻ സ്ട്രേറ്റ് ലൈൻ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ആരെക്കുറിച്ച് പറഞ്ഞു നിർത്തിയത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയത്. സോ ഡെഫിനറ്റ്ലി ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദിസ് ഇക്വേഷൻ ബിക്കോസ് വി നീഡ് ടു യൂട്ടിലൈസ് ദിസ് ഇക്വേഷൻ ടു സോൾവ് ദി പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് വീണ്ടും ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മളോട് പറയേണ്ടതായിട്ടുണ്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഓർക്കുക ഒന്നുകൂടെ, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ദ സർഫസ് ഓഫ് മെറ്റൽ, ഇലക്ട്രോൺസ് ആർ ഗെറ്റിംഗ് ഇജക്റ്റഡ്. ദീസ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ്, അവരെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രോൺസ്, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, അവിടെ ഇജക്ഷൻ നടക്കുന്നതിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി വേണം. ആ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ വിളിച്ച പേര് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വി കോൾ ഇറ്റ് ആസ് ത്രെഷോൾഡ് എനർജി, ഇസ്ന്റ് ഇറ്റ്? ദെൻ വി ഹാവ് ഗോട്ട് ഓൾ ദീസ് ഇക്വേഷൻസ് ദെൻ. ഇവിടെ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇനി മൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ വിത്ത് ദാറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചില 2-3 കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. പ്ലീസ് മൈൻഡ്. ഒന്നാമത്തെ പോയിന്റ് നോക്കുക. ഇവിടെ ഒരു ലൈറ്റാണ് വന്ന് പതിച്ചത്, ഒരൊറ്റ ഫോട്ടോൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു. എന്നാൽ ഇവിടെ 2 ഫോട്ടോൺ വന്ന് പതിച്ചു, 2 ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു. ബട്ട് ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഒരു 6 എണ്ണം വന്ന് പതിച്ചു, 6 ഇലക്ട്രോൺ പുറത്തുപോയി. നിങ്ങൾ എടുക്കേണ്ട പോയിന്റ്, ഒരു ഫോട്ടോൺ വന്ന് പതിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ എമിറ്റ് ഓൺലി 1 ഫോട്ടോ ഇലക്ട്രോൺ. ഒരു ഫോട്ടോൺ വന്ന് പതിക്കുകയാണെങ്കിൽ 1 ഫോട്ടോൺ ക്യാൻ എമിറ്റ് ഓൺലി 1 ഫോട്ടോ ഇലക്ട്രോൺ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് യു നീഡ് ടു ടേക്ക്. നോട്ട് ദാറ്റ് 1 ഫോട്ടോൺ ക്യാൻ എമിറ്റ് ഓൺലി 1 ഫോട്ടോ ഇലക്ട്രോൺ. അത് എത്ര എനർജി കൂടി ആയിക്കോട്ടെ, ഇയാളുടെ എനർജി 10 ജൂൾ ആയിക്കോട്ടെ, 11 ജൂൾ ആയിക്കോട്ടെ, 15 ആയിക്കോട്ടെ, 25 ആയിക്കോട്ടെ, ഡസൻറ്റ് മാറ്റർ, ഹി ക്യാൻ എമിറ്റ് ഓൺലി 1 ഫോട്ടോ ഇലക്ട്രോൺ. That's the first point you need to take. So note down all of you, 1 photon, isn't it, can emit only 1 electron. Point number 1. Second point. See, ഇവിടെ ഒരു ലൈറ്റ് വന്ന് പതിച്ചുള്ളൂ. എന്നാൽ ഇവിടെ 2 ലൈറ്റ് പതിച്ചു, ഇവിടെ 3 ലൈറ്റ് വന്ന് പതിച്ചു. മീൻസ് ഇവിടെ ആദ്യത്തെ കേസിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കുറവായിരുന്നു, രണ്ടാമത്തെ കേസിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കുറച്ചുകൂടെ കൂടി. എന്നാൽ ലാസ്റ്റ് കേസിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വളരെ കൂടുതലായി. അപ്പോൾ കൂടുതൽ ലൈറ്റ് വന്ന് പതിച്ചാൽ കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ലേ? മീൻസ് ഇഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻക്രീസസ്,
number of photoelectrons increases. Not the point, if the intensity of the incident light increases, number of photoelectrons increases. Number of photoelectrons increases. Okay, so first point, one photon, whatever the energy, doesn't matter, one photon can emit only one photoelectron. ഒരു ഫോട്ടോണിന് അയാൾ എത്ര എനർജി ഉള്ള ആളോ ആയിക്കോട്ടെ, അയാൾക്ക് ഒരു ഇലക്ട്രോൺ മാത്രമേ എമിറ്റ് ചെയ്യാൻ പറ്റൂ. രണ്ടാമത്തെ പോയിന്റ്, ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് കൂടിയാൽ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും അവിടുന്ന് ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണവും എന്ത് ചെയ്യും, കൂടുന്നു. നൗ ദ നെക്സ്റ്റ് പോയിന്റ്, ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. നോക്കൂ, വന്നു പതിച്ച ആളുടെ എനർജി കുറവാണെന്ന് വിചാരിക്കുക, അപ്പോൾ ഇലക്ട്രോൺ കുറച്ച് ദൂരേ പോയുള്ളൂ. എന്നാൽ വന്നു പതിച്ച ആളുടെ എനർജി കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ വിൽ മൂവ് ഫാർ അഹെഡ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ വളരെ ദൂരം നമ്മുടെ ഇലക്ട്രോൺ പോയി. അതായത് വന്നു പതിച്ച ലൈറ്റിൻ്റെ എനർജി കൂടുതലാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺ ഇൻക്രീസസ്. നോക്കൂ, 3 പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. പോയിന്റ് നമ്പർ 1, one photon can emit only one photoelectron. Point number 2, isn't it? If the intensity increases, number of photoelectrons increases. Point number 3, can you tell me what is the point number 3? If the energy of the incident light increases, the kinetic energy of photoelectron increases. Okay, all of you? നോക്കൂ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ മെയിൻ പോയിന്റ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, വാട്ട് ആർ ദി ഇക്വേഷൻസ് കറസ്പോണ്ടിങ് ടു ദാറ്റ്, വാട്ട് ആർ ദ ടേംസ് അസോസിയേറ്റ് വിത്ത് ദാറ്റ്, വാട്ട് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വിച്ച് വി നീഡ് ടു മൈൻഡ് ഓൺ ദാറ്റ്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും NCERT വായിക്കുക. NCERTയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസ് ചെയ്യുക. തീർച്ചയായും ഞാൻ അടുത്ത ക്ലാസ്സിൽ 2-3 പ്രോബ്ലംസ് ഇതുമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ അടുത്ത സെഷൻ എക്സ്ക്ലൂസീവ്ലി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പ്രോബ്ലംസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരിലേക്ക് പോകുന്നതായിരിക്കും, ബ്ലാക്ക് ബോഡി റേഡിയേഷനിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഓൾ ഓഫ് യു. താങ്ക് യു ഫോർ ടുഡേ.